നമ്മുടെ കേരളത്തിൽ യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് വലിയ പരാജയമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുകയാണ്. കാരണം അപ്പോൾ ചോദിക്കും, ഓരോരുത്തരെ അടിച്ചു കൊല്ലുന്നു, അല്ലെങ്കിൽ ചവിട്ടി കൊല്ലുന്നു, അതൊക്കെ വല്ലപ്പോഴും അത്യാവശ്യം നടക്കുന്ന ഒരു കൊലപാതകമല്ലേ എന്ന് ഒരു പ്രഖ്യാപനം വന്നായിരുന്നു ഈ അടുത്ത സമയത്ത്. അത് പോയിക്കോട്ടെ, പക്ഷെ അതല്ല ഞാൻ പറയാൻ വരുന്നത്. ഇത് നമ്മൾ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കൊലപാതകങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര എണ്ണമാണ്? ഇതാണ് ഒരു കൊച്ചു കുട്ടി ഒരു ഫ്ലാറ്റിൽ നിന്ന് ചാടി മരിക്കുന്നു. കാരണം അത് അവനെതിരെ ഉള്ള ഏറ്റവും വലിയ അതിക്രമമാണ് നടന്നത്. അതായത് റാഗിങ് അവന് സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ വന്നു. പരാതിപ്പെട്ടിട്ട് നടപടിയില്ല, ഒന്നും ചെയ്തില്ല. അവസാനം ആ കുഞ്ഞ് ചാടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ കഴിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര അന്വേഷണമാണ്, കുറെ നാളത്തേക്ക് ഇതാണ് ബഹളമാണ് എന്നുള്ള രീതിയിൽ അങ്ങ് വരും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ടത് എന്തുമാത്രം അരാജകത്വമാണ് നടക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പാവം പോലീസുകാരൻ അയാൾ ഡ്യൂട്ടിയും കഴിഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് പോവാ. അപ്പൊ അവിടെ ഒരു കടയുടെ മുമ്പിൽ, ഒരു പെട്ടിക്കടയുടെ മുമ്പിൽ ഒരു അക്രമി നിന്ന് അഴിഞ്ഞാടുകയാണ്. ഭയങ്കര റോഡിൽ വലിയ ബഹളം ഉണ്ടാക്കുന്നു. ഇയാൾ അന്നേരം എന്തെങ്കിലും ചോദിച്ചു കാണും. ആ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, ചോദിക്കണം, അതാ വേണ്ടിയേ. അനങ്ങാതെ പോയാൽ രക്ഷപ്പെട്ടു പോവാം. അല്ലെങ്കിൽ ഇതോ നോക്കിയപ്പോ ഇത് കണ്ടാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹത്തിനെ എടുത്ത് അടിച്ച് താഴെ ഇട്ടിട്ട് അവസാനം ആ റോഡിലിട്ട് ചവിട്ടി. സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ചവിട്ടിയാൽ അത് ടാർ റോഡിൽ എങ്ങാനും വീണ് കഴിഞ്ഞാൽ ഒരു സൈഡ് നല്ല ഫ്ലാറ്റ് ആണ്. അപ്പൊ മുകളിലുള്ള ഭാഗത്ത് വെച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ വാരിയിലും ഒക്കെ ഒടിഞ്ഞു പോകുമ്പോഴേ, മാത്രമല്ല ഇന്റേണൽ ഓർഗൻസ് ഒക്കെ തകർന്നു പോകും. അങ്ങനെ തകർന്നാൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡെത്താണ് ഉണ്ടാകുന്നത്. ശ്യാമപ്രസാദ് എന്നാണ് പേര്, പോലീസുകാരന്റെ പേര്. അത് ഒരു വലിയ ഒരു വൃത്തികെട്ടവൻ. അവനെ എന്തോ കോക്കോടൻ എന്നോ ഏതാണ്ട് അവന്റെ ഒരു പേര്, അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കാര്യം. അവനെ ഏതോ 10-28 വയസ്സേ ഉള്ളൂ. അവൻ ചെയ്ത പണിയാണിത്. അവനെ അത്ര വലിയ ഗുണ്ടയാണ്. അവന്റെ പേരില് ഏതാണ്ട് 7ഓളം കേസുകളുണ്ട്. ഒരുപാട് പിടിച്ചുപറിപ്പ്, അക്രമം, അതുപോലെ തന്നെ മയക്കുമരുന്ന്. ഇതിന്റെ എല്ലാ ഒഫൻസുകളും അവന്റെ പേരിലുള്ളതാണ്. എന്നിട്ടും നമ്മുടെ രാജ്യത്ത് ഇതുവരെ അവന്റെ പേര് കാപ്പായെടുത്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്താ ചെയ്യുന്നത്? പാവം ഒരു പോലീസുകാരന് പോലും രക്ഷയില്ലാതെ വരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ രക്ഷയില്ലാത്ത ഒരു നാട്. അതാണ് ഞാൻ പറയേണ്ടത്. ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകളല്ലേ. എന്തുകൊണ്ട് ഈ പ്രതിയുടെ പേര് നേരത്തെ കാപ്പ എടുത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? കാപ്പ എന്ന് പറയുന്നത് അത് എന്തിനാ ഉള്ളത്? ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ, അത് അനുസരിച്ച്, ആക്ട് അനുസരിച്ച് ആ നടപടി എടുത്തിരുന്നെങ്കിൽ അവൻ ആ നാട്ടിൽ കാണത്തില്ലായിരുന്നു. അവനെ അവിടെ നിന്ന് പറിച്ചു നട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയിരുന്നെങ്കിൽ ഇതിൽ നിന്ന് അവനെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. ഇവൻ അവിടെ കിടന്ന് അഴിഞ്ഞാടുകയാണ് ഈ വൃത്തികെട്ടവൻ. എന്നിട്ട് അവനെ ഈ പോലീസ് തന്നെ ചവിട്ടിക്കൊന്നു. ഇത് നമ്മൾ കാണേണ്ടതല്ലേ? ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആ കടക്കാരൻ പറഞ്ഞു കൊടുത്തു, ഇയാള് ഇതൊരു പോലീസുകാരനാണ് എന്ന് പറഞ്ഞാൽ അയാളെ മറ്റവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. ഇയാളെ അങ്ങ് ആക്രമിച്ചിട്ട് അവിടെ റോഡിലിട്ട് ചവിട്ടിക്കൊല്ലുകയാണ്. എന്ത് ദാരുണമായ അന്ത്യമാണെന്നറിയാമോ ഈ ശ്യാമപ്രസാദിന് ഉണ്ടായത്? വളരെ സങ്കടകരമായി പോയി അദ്ദേഹത്തിന്റെ കാര്യം. അത് ആ അവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റൂ? അദ്ദേഹത്തിന്റെ കുടുംബത്തിനാടില്ലാതെ പോയി എന്നല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ? മര്യാദയ്ക്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് പോവുകയാണ്. അങ്ങനെ സംഭവിച്ചതാണ്. ഇതുപോലെ പോലീസുകാർക്ക് പോലും രക്ഷയില്ലാത്ത ഈ നാട്ടിൽ പിന്നെ ആർക്കാ രക്ഷയുള്ളത്? പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും രക്ഷയില്ല, പിന്നെ ആർക്കാ രക്ഷയുള്ളത്? അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഒന്ന് ചിന്തിക്കണം.